ഹലോ ലോയ്റ്റ് und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ വൊക്കാബുലറി സീരീസിലത്തെ ഒരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേർഡ് ഫാമിലീസിനെ പരിചയപ്പെടാം. വേർബ്സ്, നൗൺസ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് അതർ യൂസ്ഫുൾ ഫോംസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർബ് ഫെർബെസേൺ ആണ്. ഫെർബെസേൺ എന്ന് വെച്ചാൽ എന്താണ്? ഇംപ്രൂവ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാനിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അത് ഞാൻ തന്നെ ആവണമെന്നില്ല, ഒരു കാര്യമാവാം, ഒരു പ്രോസസ്സ് ആവാം, എന്തിനേ ആയിക്കോട്ടെ. നിൽക്കുന്ന ഒരിടത്തുനിന്ന് ഇമ്പ്രൂവ് ചെയ്യുക, നന്നാക്കുക, അതാണ് ഫെർബെസേൺ. ഫെർബെസേൺ അത് വേർബാണ്. അത് നോമൻ ആവുമ്പോൾ എങ്ങനെയാവും? ഡി ഫെർബെസറുങ്. ഡി ഫെർബെസറുങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. UNG വരുന്നത് എല്ലാം ഡി ആണ് അല്ലേ, ഫെമിനീൻ ആയിരിക്കും. അപ്പോൾ ഡി ഫെർബെസറുങ്. സിഷ് ഫെർബെസേൺ എന്ന് വെച്ചാൽ ഒരു റിഫ്ലെക്സീവ് വേർബാണ് അല്ലേ. സിഷ് ഫെർബെസേൺ, ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇഷ് ഫെർബെസറെ മിഷ്, അല്ലെങ്കിൽ എർ ഫെർബെസേർഡ് സിഷ്. അപ്പം ഇതെപ്പോഴും റിഫ്ലെക്സീവ് ആണ്. ഫെർബെസറിൻ്റെ കൂടെ ഒരു പേഴ്സണൽ പ്രൊനൗമനും കൂടെ വരും കേട്ടോ. ഫെർബെസറുങ്സ് ബെഡോഫ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഫെർബെസറുങ് ആവശ്യമുള്ളത്, ഫെർബെസറുങ് ആവശ്യമായിട്ടുള്ളത് എന്തോ ഒരു കാര്യം, അതിനെയാണ് ഫെർബെസറുങ്സ് ബെഡോഫ്റ്റിക് എന്ന് പറയുക. ഇനി നമുക്ക് സെൻറ്റൻസസ് നോക്കാം. അപ്പം meine Deutschkenntnis zu verbessern, lese ich jeden Tag Nachrichten. അപ്പം meine Deutschkenntnis zu verbessern. ഇതൊരു B1 ലെവലിൽ ഇങ്ങനത്തെയൊക്കെ സെൻറ്റൻസസ് നിങ്ങൾ യൂസ് ചെയ്താൽ എന്തായാലും നല്ല പോയിൻറ്റ്സ് കിട്ടും കേട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് മനഃപൂർവ്വം ഇടാത്തതാണ്. കാരണം ഇപ്പോൾ ജർമ്മൻ പഠിച്ച് വന്നിട്ട് A1 A2 പരീക്ഷ ജയിക്കുന്നതിനെക്കാട്ടും നമുക്കൊരു B2 എങ്കിലും ചെയ്ത് ജയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിൽ സെൻറ്റൻസസ് നോക്കുന്നത് കേട്ടോ. അപ്പം meine Deutschkenntnisse zu verbessern, എൻ്റെ ജർമ്മനിലുള്ള നോളജ് zu verbessern, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ? വേർബാണ് ഇവിടെ വരുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കിക്കോളൂ. verbessern, lese ich jeden Tag Nachrichten, ഞാൻ എല്ലാ ദിവസവും ന്യൂസ് വായിക്കുന്നുണ്ട്. to improve my German skills, I read news every day. ഓക്കെ, ഇപ്പം നമ്മൾ ഫെർബെസേൺ എന്ന് വെച്ചാൽ വേർബ് വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഫെർബെസറുങ് എന്ന് പറഞ്ഞാൽ നൗൺ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. Es gab eine deutliche Verbesserung der Arbeitsbedingungen in der Firma. ഗാബ് എന്ന് വെച്ചാൽ എന്താണ്? ഗേബനിൻ്റെ പാസ്റ്റ് ആണ് അല്ലേ, ഗേബൻ. അപ്പം ഗേബൻ എന്ന് വെച്ചാൽ പ്രസൻറ്റ് ടെൻസ് ആണ്, ഇൻഫിനിറ്റീവ് ആണ്. ഇപ്പം ഗാബ് എന്ന് വെച്ചാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അപ്പം എസ് ഗാബ് eine deutliche Verbesserung. ഇനി ഈ ഡോയ്റ്റ്ലിഷ് എന്ന് പറഞ്ഞ വാക്ക് ഇവിടെ ഇല്ലെങ്കിൽ പോലും, ഇപ്പോൾ ഇത് ഇല്ലാണ്ട് നിങ്ങളിത് വായിച്ചാലും ഈ സെൻറ്റൻസ് കറക്റ്റാണ്. എസ് ഗാബ് eine Verbesserung der Arbeitsbedingungen in der Firma. അപ്പം എന്തുണ്ടായെന്നാണ് പറയുന്നത്? ഡോയ്റ്റ്ലിഷ് ആയിട്ടുള്ള കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. എവിടെയാണ്? ഈ ഒരു ഒരു കമ്പനിയിൽ അല്ലേ. അപ്പം എന്താ സംഭവിച്ചത്? Arbeitsbedingungen എന്ന് വെച്ചാൽ വർക്കിൻ്റെ കണ്ടീഷൻസ്. ഏതോ ഒരു കമ്പനിയിൽ വളരെ കാര്യമായ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി. എവിടെ? വർക്കിംഗ് കണ്ടീഷൻസിൽ. ദെയർ വാസ് എ നോട്ടിസബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ വർക്കിംഗ് കണ്ടീഷൻസ് ഇൻ ദ കമ്പനി. ഒരു കമ്പനിയിൽ വളരെ അധികം ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായി അവരുടെ ആ കമ്പനിയിലത്തെ വർക്കിംഗ് കണ്ടീഷൻസിൽ. nach viele Übung hat sich ihre Leistung deutlich verbessert. ഒരുപാട് പ്രാക്ടീസിന് ശേഷം എന്താണ്? hat sich ihre Leistung deutlich verbessert. ഒരുപാട് പ്രാക്ടീസിന് ശേഷം എന്ത് സംഭവിച്ചു? ഈറ ലൈസ്റ്റുങ് എന്ന് വെച്ചാൽ റിസൾട്ട് അല്ലെങ്കിൽ പെർഫോമൻസ്. ഈറ എന്ന് വെച്ചാൽ അവളുടെ. ഡോയ്റ്റ്ലിഷ് നേരത്തെ കണ്ട ഡോയ്റ്റ്ലിഷ് ആ വാക്ക് തന്നെയാണ്. കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയി, കാര്യമായിട്ട് ഫെർബെസേൺ ചെയ്തു. ഡോയ്റ്റ്ലിഷ് എന്ന് പറഞ്ഞ വാക്കൊക്കെ പഠിച്ച് B1 ലെവലിലൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. B2 യൂസ് ചെയ്യാൻ പറ്റിയ കിടിലമാണ് കേട്ടോ. ഇനി ആഫ്റ്റർ എ ലോട്ട് ഓഫ് പ്രാക്ടീസ് ഹർ പെർഫോമൻസ് ഇംപ്രൂവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. Verbesserungsbedürftig. Die Organisation ist gut, aber die Kommunikation
Organisation ist noch Verbesserungsbedürftig. The Organisation എന്നേ ഉള്ളൂ കേട്ടോ. ഓർഗനൈസേഷൻ്റെ അതേ സ്പെല്ലിങ്ങുമാണ്. പറയുമ്പോൾ ഡി ഓർഗനൈസാസിയോൺ എന്ന് പറയണം, അത്രേ ഉള്ളൂ. ഇത് ഫ്രഞ്ചാണ് ശരിക്കും. അപ്പം ഇങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് വാക്കുകളുണ്ട് നമുക്ക് ജർമ്മനിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചൊന്ന് ഈ TION എന്നങ്ങ് പറഞ്ഞാൽ അത് ജർമ്മൻ വാക്കായി. അപ്പം നമുക്ക് പഠിക്കാനും ഓർത്ത് വെക്കാനും എളുപ്പമാണ് അങ്ങനത്തെ വേർഡ്സ്. ഞാൻ അങ്ങനത്തെ ഒരു വേർഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണ്ട കേട്ടോ. ദി ഓർഗനൈസാസിയോൺ ഇസ്റ്റ് ഗുഡ്, aber die Kommunikation ist noch verbesserungsbedürftig. അപ്പോൾ എന്താണ്, കമ്പനി നല്ലതാണ്, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 സെൻറ്റൻസസ് കണ്ടു. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ഫെർബെസർ എന്ന് പറഞ്ഞ വേർബ്, അതിൻ്റെ വേർബും നൗണും റിഫ്ലെക്സീവായിട്ടും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.